ജമ്മു കശ്മീരിലെ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലാണ് അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിൽ തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നാണ് ജമ്മു കശ്മീർ ബിജെപി അധ്യക്ഷനായ രവീന്ദർ റെയ്ന അവകാശപ്പെട്ടത്. ബിജെപി സംസ്ഥാനത്ത് തനിച്ച് സർക്കാർ രൂപീകരിക്കും. പിഡിപിയുടെ മെഹബൂബ മുഫ്തി ഒരു കാരണവശാലും ബിജെപി സർക്കാരിന്റെ ഭാഗമാകില്ലെന്നാണ് രവീന്ദർ റെയ്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. ജമ്മു കശ്മീരിൽ ബിജെപിയുടെ വലിയ തരംഗമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വലിയ പിന്തുണയോടെയാണ് ഞങ്ങൾ ജമ്മു കശ്മീരിൽ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. ജമ്മു കശ്മീരിന്റെ അടുത്ത മുഖ്യമന്ത്രി ബിജെപിയിൽ നിന്നായിരിക്കും. ജമ്മു കശ്മീരിലെ എല്ലാ ജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. മെഹബൂബ മുഫ്തി ഒരു കാരണവശാലും ബിജെപി സർക്കാരിന്റെ ഭാഗമാകില്ല എന്നാണ് റെയ്ന മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അതിനിടെ ജമ്മു കശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയ്ക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കത്വയിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ 2 സീറ്റുകളിൽ മത്സരിക്കാൻ ഒമർ അബ്ദുള്ളയ്ക്ക് പേടിയാണെന്നും ജനവിധിയിൽ പേടിയാണെന്നുമാണ് അമിത്ഷാ പരിഹസിച്ചത്. ഒമർ അബ്ദുള്ള വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുകയാണ്. 2 ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഈ 2 ഘട്ടങ്ങളിലും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തുടച്ചു നീക്കപ്പെട്ടു. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ലഭിക്കാത്തതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഒമർ സാഹിബ് പറയുകയുണ്ടായി. പേടിച്ചാണ് ഇപ്പോൾ അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിക്കുന്നത്. ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പാർലമെന്റിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. രാഹുൽ ബാബ പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ബിജെപിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയൂവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചിരുന്നു. ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവയും ജമ്മു കശ്മീരിന് പ്രത്യേക പതാകയും തിരികെ കൊണ്ടുവരണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യാഴാഴ്ച കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക പതാക വേണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ആർട്ടിക്കിൾ 370, 35A എന്നിവ തിരികെ കൊണ്ടുവരാനും ജമ്മു കശ്മീരിനെ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തള്ളിവിടണവുമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ? ജമ്മു കശ്മീരിലെ രാംഗഡ് നിയമസഭാ മണ്ഡലത്തിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദിച്ച ചോദ്യമാണിത്. ഇതിനിടയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായി ബിജെപി ലയിച്ചിരിക്കുകയാണ് ഏകം സനാതൻ ഭാരത് ദൾ. അഭിഭാഷകനായ അങ്കുൽ ശർമ്മ നയിക്കുന്ന ഏകം സനാതൻ ഭാരത് ദൾ കഴിഞ്ഞ ദിവസമാണ് ബിജെപി ലയിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ശർമ്മയെയും ഏകം സനാതൻ ഭാരത് ദളിലെ മറ്റ് അംഗങ്ങളെയും ബിജെപി സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിപാടിയുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയും ജമ്മു കശ്മീരിന്റെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജി കിഷൻ റെഡ്ഡി, ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു കശ്മീരിന്റെ ചുമതലയുമുള്ള തരുൺ ചുഗ്, പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്നാണ് പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. ബിജെപി കുടുംബം അനുദിനം വളരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസൗഹൃദ നയങ്ങൾ മൂലമാണ് ഇതെല്ലാം സാധ്യമാകുന്നതെന്നും റെഡ്ഡി പറഞ്ഞു. ഏകം സനാതൻ ഭാരത് ദൾ ബിജെപി ലയിക്കുന്നത് ജമ്മു കശ്മീരിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. പുതിയ അംഗങ്ങളുടെ കടന്നുവരവ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേതാക്കൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ശർമ്മ ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. അവർ ബിജെപിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജമ്മുവിൽ ബിജെപി വിയർക്കുമെന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്.